ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഏർലി മോർണിംഗ്, അതായത് ലേറ്റ് നൈറ്റ് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. അതെ, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഫാമിലി നൈറ്റ് ഔട്ട്. ബാക്കി നമുക്ക് കാണാം ഗൈസ്. ഹായ് ജെല്ലു, നടുക്കത്ത് വട്ടം നിൽക്കുക. Zellu, come. Mama. Come. Zellu, hi, bye, Zellu. Bye. Chacha. Bye, Zellu. Hi, edukada. Chacha. Bye, Zellu. അങ്ങനെ പമ്പിന്ന് നമ്മൾ ഫ്യൂലപ്പൊക്കെ ചെയ്ത് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഇൻഡിക്കേറ്റർ എന്താന്ന് പോലും കണ്ടുപിടിക്കാത്ത കുറച്ച് ലോറി ഡ്രൈവർമാരുണ്ടായിരുന്നു ഹൈവേയിൽ. അങ്ങനെ 20 കൊടുത്തിട്ടുണ്ട്, അതേ പറ്റുള്ളൂ, കൈവെക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വിട്ടു. എന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളവിടെ മുട്ടം ബ്ലോക്കിലാണ് ഗായ്സ്. ആ ബ്ലോക്കിന്റെ ഇടക്കാണ് ഈ കുരുപ്പ് ഉമ്മുമാനെ തല്ലണേ. മുമ്മ നോ, bad girl. No, good girl. No. Bad girl. അതിനെ കഴിപ്പിക്കണ്ട അപ്പൊ. No. മമ്മിന്റെ പൊന്നല്ലേ, No. മമ്മിന്റെ ചക്കരല്ലേ, മമ്മിന്റെ പഞ്ചാരല്ലേ, മമ്മിന്റെ പിന്നെ എന്താ പൊന്നല്ലേ. കൊച്ചനാ എന്നെ കച്ചനാ വ്ളോഗ് കണ്ടിട്ട് നിനക്ക് എന്താ എടുക്കണ്ടെന്ന് മനസ്സിലായിട്ടില്ല ഗൈസ്. ഇൻവേർട്ടറിന്റെ അടുത്താണ് ക്യാമറ ഗൈസ്. ഇതിപ്പോ ഞാൻ വണ്ടി ഓടിക്കണം, വ്ളോഗ് കൊടുക്കണം, ബാക്കി കഥയും പറയണമെന്നൊക്കെ പറയാൻ നടക്കാത്ത കേസാണ്. ആരെങ്കിലും പറഞ്ഞതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ. അല്ലാതെ നിന്നെ കൊണ്ട് വലിയ ഉപകാരം വേണ്ടേ? വ്ളോഗിൽ സംസാരിക്കില്ല, എന്നോട് സംസാരിക്കില്ല. ഞാനില്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ? ഇതാണ് മറ്റേ കടവ് അല്ലേ? കടവ് റിസോർട്ട്. ഷാനോളെ കൊടുക്കുക. Mummu, say hi. Hi. High five. ജെല്ലു ബോയ്. Where are you? അതെ, Mummu. അവസാനം രണ്ടുപേരും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. Papa Lapu. അയ്യടാ എന്താ? Hi. സ്റ്റാർട്ടർ. നമ്മളിപ്പോ കാലിക്കറ്റ് ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ഒരു വെറുതെ കിടന്നപ്പോൾ ഉറക്കമൊന്നുമില്ല, നൈറ്റ് ഔട്ട് ആവാന്ന് വിചാരിച്ചു. സമയം 2:10. ഒക്കെ ആക്റ്റീവാണ്. അങ്ങനെ കാലിക്കറ്റ് ബീച്ചൊക്കെ എല്ലാവരും ആസ്വദിച്ചൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിരം പരിപാടി വിശന്നു. അങ്ങനെ തൊട്ടപ്പുറത്ത് കണ്ട ചിക്കിങ്ങിൽ ഞങ്ങൾ കയറി ഗായ്സ്. കുത്തിയിട്ട് നീ മന്തിയാ.
പോണു. ഈ ബേളത്തിൻ്റെ ഒക്കെ ഇടക്ക് ജെല്ലുമോൻ അവിടെ പോയിട്ട് സിസ്റ്റത്തിൻ്റെ മൗസൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സേഫായിട്ട് തിരിച്ചേൽപ്പിച്ച് ഗൈസ്. റിവ്യൂ പറയേ. അങ്ങനെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ മടക്കി യാത്ര തുടങ്ങി ഗായ്സ്. അങ്ങനെ പോണ വഴിക്ക് തമാരയൊക്കെ കണ്ടു. കൊള്ളാം, രസമുണ്ട്. നൈറ്റ് ലൈഫ് അല്ലെങ്കിലും കാലിക്കട്ട് ഒരു വേറെ തന്നെ ഒരു വൈബാണ്. ഭയങ്കര ഫാമിലി ഫ്രണ്ട്ലിയാണ്. എല്ലാവരും ടൈമൊക്കെ കിട്ടുമ്പോൾ, അതായത് ഈ കൊച്ചി സൈഡ് ഇല്ലെങ്കിൽ ആ സൈഡൊക്കെ ഉള്ള ആൾക്കാർ കാലിക്കട്ടൊക്കെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നൈറ്റ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങാം. അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ഫാം ജാം നൈറ്റ് ഔട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. തിരിച്ചെത്തിയപ്പോൾ പമ്പിൽ വീണ്ടും കയറേണ്ടി വന്നു. മേഴ്സിക്കുട്ടിക്ക് മൈലേജ് ഉണ്ട്, പക്ഷേ ഹാരിയർ കുട്ടന് മൈലേജ് എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും റീഫിൽ ചെയ്തു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എല്ലാവരും ഡെഡായി ഗൈസ്. ബാക്കി നെക്സ്റ്റ് മോർണിംഗ് വീഡിയോ ആണ്, കാണൂ. വി ആർ ഗോയിങ് ബാക്ക്. അങ്ങനെ പിള്ളേരുടെ കരച്ചിലൊന്നും അധികം കാണാൻ പറ്റാത്തതുകൊണ്ട് അതെടുത്തില്ല. ഞങ്ങളങ്ങ് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ റിട്ടേൺ ജേർണിയിൽ ഞങ്ങൾ ടയർഡായപ്പോൾ പൂക്കോട്ടൂർ സർബത്ത് എന്ന് പറയുന്നൊരു കടയിൽ നിർത്തി. എൻ്റെ പൊന്നോ, ബാക്കി കാണുക ഗൈസ്. കൊണ്ടാട്ടിക്ക് ജ്യൂസും കൊണ്ട് പോകുന്നു. ഫസ്റ്റ് ട്രൈ എന്താ സംഭവം? എന്താ ഫസ്റ്റ് ട്രൈ അല്ല ഇപ്പൊ കുടിച്ച സാധനം എന്താ? ഓറഞ്ച് സർബത്ത്. ആ കുഴപ്പമില്ല, സർബത്ത് ഇഷ്ടത്തെ കൊള്ളാം. ഇതുവരെ കുടിച്ചിട്ടില്ലാത്തോണ്ട് ഓറഞ്ചാണോ സംശയം. അറിയില്ല. ഇതുവരെ ഓറഞ്ച് സർബത്ത് കുടിച്ചിട്ടില്ലാത്തോണ്ട് കുടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ എന്താ എന്താ സാധനം? അതെന്താ സാധനം? മിക്സ് ആണ് സാധനം. ഒരുമാതിരി ടേസ്റ്റ്. ആർക്കും ഇഷ്ടമില്ല. ഒരു മനുഷ്യനോട് ഒന്ന് കുടിക്കരുത് കേട്ടോ. കോട്ടക്കൽ പെരിന്തൽമണ്ണ റോഡാണ്. വെറും കച്ചവടം. വെറുതെ പേരിന് അടിച്ചു തരുന്നുണ്ട്. ഒരു തിരക്കില്ല, വെറുതെ ഡിലേ ആക്കിയിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പൈസ കൊടുത്തിട്ടില്ല? മാംഗോ ജ്യൂസൊന്നും കുഴപ്പമില്ല, പക്ഷേ ഫ്രൂട്ട് മിക്സ് ആ സാധനമൊന്നും. ഈ ഓറഞ്ച് സർബത്ത് ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പിള്ളേർ സെറ്റിൻ്റെ ഒക്കെ അടുത്തുനിന്ന് മാറിയിട്ട് ഇനി നമ്മൾ തിരിച്ചെൻ്റെ വൈഫ് ഹൗസിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ബാക്കി വൈഫ് ഹൗസിൽ ചെന്നിട്ട് ഇന്നത്തെ ഫുഡ് അടിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങനത്തെ ഒരു എപ്പിസോഡിൽ കാണിക്കാം. പിന്നെ എന്താ, ഇന്നും കൂടി ഉണ്ടാവുള്ളൂ 4 ഫ്രം ദ പൂരം. അങ്ങനെ ഫോറിൽ 2 പേര് കുറയും. കാരണം ഇന്ന് നൈറ്റ് മിക്കവാറും ഇൻഷാല്ലാ കൊച്ചിക്ക് പോവും. അപ്പോൾ ബാക്കി കൊച്ചി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്, കൊച്ചിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് ഇന്നത്തെ പരിപാടികൾ കാണാം. ഓക്കെ, ബൈ. ഇറങ്ങണ പട്ടി. അസ്സലാമലൈക്കും. എന്താ പാടേ? ഹായ് ഗായ്സ്. അങ്ങനെ നമ്മുടെ ചെക്കനെ കണ്ടോണ്ടിരിക്കുകയാണ്.
ദിസ് ഇസ് സുൽത്താൻ, അതായത് J&S. ചോദിച്ചാൽ മതി, പണ്ടത്തെ പിള്ളേരൊക്കെ പറഞ്ഞു തരാം ആരാ എന്താന്നൊക്കെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി സുൽത്താനാണ്. പറഞ്ഞോ അല്ലേ എന്താ തിന്നു ഈ ക്യാമറയും കൊണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ അതിഥി. സുൽത്താൻ അതെ, അളിയന്റെ ഗോ. അതെ, വി ആർ ബാക്ക് ഇൻ പെരിന്തൽമണ്ണ. നേരത്തെ കുടിച്ച എന്ത് സാധനം? അതന്നെ, ഇങ്ങനത്തെ കടയിലൊക്കെ ഒന്ന് കുടിച്ചാൽ മതി, മറ്റടുത്ത പോയി കുടിക്കാൻ നിൽക്കരുത്. മൂഞ്ചും. ഞങ്ങളെ വ്ളോഗിന്റെ അഭിപ്രായം പറയാം. എങ്ങനെയുണ്ട് വ്ളോഗ്? വ്ളോഗ് വരാം, വ്ളോഗ് എങ്ങനെയുണ്ട് പറയാം. സബ്സ്ക്രൈബ് ചെയ്തിരുന്നോ? അതെ, അതൊക്കെ അടിക്കുക എല്ലാരും. അതെ, എല്ലാത്തിനും ലൈക്കും കയറിയിട്ടുണ്ടോ? പക്ഷെ കമന്റ് ഇട്ടല്ലോ. അടുത്തിലിട്ടാ മതി. സന്തോഷം. നെക്സ്റ്റോ പോവാം. അതെ, നെക്സ്റ്റോ പോയി ബാക്കി നെക്സ്റ്റോ വ്ളോഗ് എടുക്കാം. യെസ് ഓഫ് കോഴ്സ്. ഇപ്പൊ വ്ളോഗ് ഉള്ളതുകൊണ്ട് വേറെ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ പാട്ടിടാൻ പറ്റില്ല വണ്ടിയില്. കോപ്പിറൈറ്റ് ആണ്. അപ്പൊ കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് ടാസ്കാ. എന്തെങ്കിലൊക്കെ പറ സുൽത്താനെ, ഇരുന്നാ മതിയോ? ഒരു പെണ്ണൊക്കെ കെട്ടണ്ടേ? അതെ, ചെക്ക സിംഗിൾ ആണ് ഗൈസ്. നല്ല ആലോചനയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ചെക്ക കെട്ടാൻ മുട്ടി നിൽക്കണാണ്. അതെ, ഒന്ന് പണിയും കിട്ടി, എല്ലാം സ്റ്റേബിളായി, എല്ലാം കഴിഞ്ഞപ്പോ പെണ്ണില്ല എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് ഉഷാറായിട്ട് നടത്താം, എല്ലാം ശരിയാവും. ഇതിന് വലിയ മഴ പെയ്തിട്ട് നമ്മൾ നനഞ്ഞിട്ടില്ല, പിന്നെയാണ് ഇത്. അതിനകത്ത് തേക്കൊക്കെ കൊണ്ടാ പോണെ. വീണ്ടും ഈ ബ്ലോക്കിൽ കിടക്കണം അല്ലേ? അതെ, അങ്ങനെ ഞങ്ങൾ നീണ്ട ബ്ലോക്കിനൊക്കെ ശേഷം ഞങ്ങൾ നെക്സ്റ്റോ എത്തി. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. The cart is full and my Icha and Madhasri was very busy. അത് കാണാനുണ്ട്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ അവസ്ഥ. ദ ട്രങ്ക് ഈസ് ഫുൾ ഗൈസ്, ഒന്നും പറയണ്ട. ഇതിലെവിടെ കുത്തിക്കേറ്റെന്ന് അറിയില്ല, അതായത് കയറ്റി. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം വി ആർ ബാക്ക് ടു മൈ വൈഫ്സ് ഹൗസ് പീപ്പിൾ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു നീണ്ട റെസ്റ്റൊക്കെ എടുക്കണം. അതിനു മുമ്പ് വണ്ടിയുടെ ബാക്കിൽ നേരത്തെ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇറക്കണ്ടേ. ഒന്നും പറയണ്ട, ബാക്കി നമുക്ക് സ്ക്രീനിൽ കാണാം ഗൈസ്. ബാക്ക് ടു ഹോം. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം വി ആർ ബാക്ക്. ഇനി എന്താ, ഇനി കടന്നുറങ്ങുക, അങ്ങനെ നിങ്ങളെ വൈകുന്നേരം യാത്ര ആക്കുക, അങ്ങനെ പോകാൻ വേറൊന്നുമില്ല. ഇരിക്കുന്ന സാധനം എടുക്കണ്ടേ? ഓ, ഞങ്ങള് എന്നത്തെ എല്ലാ പരിപാടിയും ചെയ്യുന്നു വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഒന്നുകൂടി പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചത്. അതും കൂടി കഴിഞ്ഞിട്ട് ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചളിയനും ഇറങ്ങാണ്. അപ്പോൾ അങ്ങനെ സർബത്തൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്.
അപ്പോൾ ബൈ ഗായ്സ്.